പ്രധാനമന്ത്രി തൃശൂർ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി. ജില്ലാ അധ്യക്ഷനുൾപ്പെടെ നൂറുകണക്കിന് BJP പ്രവർത്തകർ പുഷ്പവൃഷ്ടി നടത്തിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. 2 ഹെലികോപ്റ്ററുകൾ കവചമായി ലാൻഡ് ചെയ്തിരുന്നു. വൻ സുരക്ഷാ വലയത്തിലാണ് അദ്ദേഹം എത്തിയത്. 15 മിനിറ്റ് നേരത്തെ വിശ്രമത്തിന് ശേഷം 7:45 ദർശനത്തിനെത്തി. പുറത്തെ സർക്കിളിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തന്ത്രിമാർക്കും പരിമിതപ്പെടുത്തിയ ആളുകൾക്കും മാത്രം പ്രവേശനമുള്ള അകത്തെ സർക്കിളിലെത്തി പ്രാർത്ഥനയും മറ്റു പൂജകളും നടത്തി. താമരപ്പൂക്കൾ കൊണ്ട് തുലാഭാരം നടത്തി. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെയും ശ്രേയസ് മോഹന്റെയും വിവാഹത്തിൽ പങ്കെടുത്തു. വധൂവരന്മാരെ ആശീർവദിച്ചു. മറ്റ് വിവാഹങ്ങൾ മുടക്കമില്ലാതെ തന്നെ നടന്നു. 4 മണ്ഡപങ്ങളിൽ ആദ്യത്തേതിലാണ് ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹം നടന്നത്. മറ്റ് 3 മണ്ഡപങ്ങളിലെ നവദമ്പതികളെയും പ്രധാനമന്ത്രി ആശീർവദിച്ചു. പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ പരന്നിരുന്നു. ഇതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നിന്നും തിരിച്ചത്. വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ താരപ്രമുഖരെയും അദ്ദേഹം കണ്ടു. വിവാഹത്തിന് ശേഷം തൃപ്രയാർ അമ്പല ദർശനത്തിനായി പുറപ്പെട്ട അദ്ദേഹത്തിന് വലിയ സ്വീകരണമായിരുന്നു ലഭിച്ചത്. സോപാനത്തിൽ നറുനെയ്യും താമരപ്പൂക്കളും അദ്ദേഹം സമർപ്പിച്ചു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനൂട്ട് നടത്തിയ ശേഷമാണ് അദ്ദേഹം ദർശനം പൂർത്തിയാക്കിയത്. ക്ഷേത്രകുളത്തിലാണ് മീനൂട്ട് വഴിപാട് നടത്തുന്നത്. 1 മണിക്കൂറിലധികം സമയം പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ചെലവഴിച്ചു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ വ്രതത്തിലാണ് പ്രധാനമന്ത്രി. വ്രതസമയത്ത് തന്നെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയത് ശ്രദ്ധേയമാണ്. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ ഹെലിപാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് ക്ഷേത്രത്തിലെത്തിയത്. പ്രധാനമന്ത്രിയെ കാണാൻ വൻ ജനാവലിയാണ് വഴിയരികിൽ തടിച്ചുകൂടിയത്. ക്ഷേത്രത്തിലെ ബ്രഹ്മസ്വം മഠത്തിലെ വിദ്യാർത്ഥികളുടെ വേദപാരായണം, ഭജന എന്നിവ വീക്ഷിക്കാനും അദ്ദേഹം എത്തിയിരുന്നു. കനത്ത സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് തൃപ്രയാറിൽ ഏർപ്പെടുത്തിയത്. കൊച്ചിയിൽ 4000 കോടി രൂപയുടെ പദ്ധതികളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ ഈ കേരള സന്ദർശനം. വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്ന ഈ സന്ദർശനം ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ്.